വളരെ സന്തോഷത്തോടുകൂടി നമ്മളത് സ്വാഗതം ചെയ്യുക. എന്ന് വെച്ചാൽ ഇത്രയും കാലം ഇത്രയും ഗവൺമെന്റ് ഭരിച്ചിട്ടും 5 പൈസ സിനിമയ്ക്ക് വേണ്ടിയിട്ട് തന്നിട്ടില്ല. പല ഗവൺമെന്റുകളും നമ്മളെ അവഗണിക്കുകയാണ് ഉണ്ടായത്. തികച്ചും ഇൻഡസ്ട്രിയെ ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള ഒരു വലിയൊരു പ്രഖ്യാപനമാണ് നടത്തിയിരിക്കുന്നത്. അത് കഴിഞ്ഞ 5-ാം തീയതി 2-ാം തീയതി 3-ാം തീയതി ട്രിവാൻഡ്രത്ത് ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. അതിൽ നമ്മുടെ ബഹുമാനപ്പെട്ട കൾച്ചറൽ മിനിസ്റ്റർ വിശ്വനാഥ് പ്രോമിസ് ചെയ്തിരുന്നു. ആ പ്രോമിസ് എല്ലാം അദ്ദേഹം കീപ്പപ്പ് ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അദ്ദേഹത്തിന് മാത്രമല്ല, ഇതിനൊക്കെ നമ്മുടെ മുഖ്യമന്ത്രി PD സതീശനും വലിയൊരു അഭിനന്ദനം അറിയിക്കുന്ന ഒരു കാര്യമാണ്. അതാണ് ഒരു കാര്യം കൂടെ എനിക്ക് അവരോട് പറയാനുള്ളത്. ഇവിടുന്ന് നമ്മൾ ചിത്രാഞ്ജലിയെ കുറിച്ചുള്ള കാര്യങ്ങൾ അവിടെ പറഞ്ഞിട്ടില്ല, അത് കണ്ടില്ല ഞാൻ. അത് ബഡ്ജറ്റിൽ കാണുമായിരിക്കും. 150 കോടി രൂപ മുടക്കി കിഫ്ബിയിൽ മുടക്കിയിട്ട് അതിപ്പോഴും ഒരു എങ്ങും എത്താതെ കിടക്കുകയാണ് ഒരു ഇതില്. അപ്പൊ അതും കൂടെ ഒന്ന് ഈ തിരിച്ചു കൊണ്ടുവരുന്ന രീതിയിൽ ഒരു ചിത്രാഞ്ജലി ആയിരുന്നു കേരളത്തിലെ ആദ്യത്തെ സ്റ്റുഡിയോ. അപ്പൊ ഇത്രയും വലിയൊരു 80 ഏക്കർ സ്ഥലം അവിടെ കിടപ്പുണ്ട്. ആ സ്റ്റുഡിയോയ്ക്ക് വേണ്ടിയിട്ട് കുറെ കാശും മുടക്കിയിട്ടുണ്ട്. അതും കൂടെ ഒന്ന് ഇതിന്റെ കൂട്ടത്തിൽ തന്നെ ചെയ്യണം എന്നുള്ളൊരു അഭ്യർത്ഥനയും കൂടെ നമ്മുടെ ഭാഗത്തുനിന്നുണ്ട്. എല്ലാവർക്കും വലിയ സന്തോഷമുള്ള ഒരു കാര്യമാണ്. സിനിമ ഒരു വ്യവസായമായിട്ട് അംഗീകരിക്കുക എന്ന് പറയുന്ന വലിയൊരു സംഭവം തന്നെയാണ്. എത്രയോ നാളായിട്ട് ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ്. ഇതിപ്പോ തന്നെ നടത്തി തന്നതിന് ഞങ്ങൾക്കെല്ലാം വലിയ സന്തോഷവും നമ്മുടെ നന്ദിയും അറിയിക്കുന്നു. അതാണ് ഈ പറഞ്ഞ പോലെ തന്നെ സിനിമാ മേഖല എന്ന് പറഞ്ഞാൽ ഒരുപാട് ആളുകളുടെ ഒരു പ്രയത്നമാണ് ഈ മേഖലയിലുള്ളത്. നിരവധിയായിട്ടുള്ള ആളുകളാണ് ഇതിൽ പ്രവർത്തിക്കുന്നത്. അവർക്കൊക്കെ വലിയ ഊർജ്ജം നൽകുന്ന പ്രഖ്യാപനങ്ങൾ തന്നെയാണ്. ഉറപ്പായും ഈ പ്രഖ്യാപനമൊക്കെ നടക്കുമ്പോൾ ഈ മലയാള സിനിമയ്ക്ക് കൂടി അത് വലിയൊരു മുതൽക്കൂട്ടാകുമെന്നുള്ള കാര്യമാണല്ലേ? തീർച്ചയായിട്ടും. ഞാൻ പറഞ്ഞില്ല, ഇത്രയും കാലം എത്രയോ സർക്കാരുകൾ ഭരിച്ചു. പക്ഷെ അതെപ്പോഴൊന്നും ഒരു കിട്ടാത്ത കാര്യങ്ങളാണ്. പിന്നെ ഞങ്ങൾ 2-3 ആവശ്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് അതിൻ്റെ അടുത്ത് ഉൾപ്പെടുത്തിയോന്ന് എനിക്കറിയില്ല, ഞാൻ ഫുള്ളായിട്ട് കണ്ടില്ല. നമ്മുടെ ടാക്സ്, എന്റർടൈൻമെന്റ് ടാക്സ് എടുത്തു പറയുന്ന കാര്യം, അത് പരിഗണിച്ചോന്ന് എനിക്ക് സംശയമുണ്ട്. അത് ഇതുവരെ ഇതിൻ്റെ അകത്ത് എടുത്തില്ല. അത് ചിലപ്പോൾ അടുത്ത ഇതിൽ വരുമായിരിക്കും. എന്തായാലും ഇത്രയും വലിയൊരു കാര്യം ചെയ്തു തന്നതിന് വലിയൊരു സന്തോഷവും നന്ദിയും നമുക്ക് ഉണ്ട്. എന്ന് വെച്ചാൽ പലരും നമ്മളെ വിളിച്ചിരുത്തി മീറ്റിങ്ങുകൾ നടത്തിയിട്ട് പിന്നെ നമ്മളെ കൊഞ്ഞനം കാണിച്ച് പറഞ്ഞു വിടുകയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ ഇതുവരെ അത് നടക്കാതിരുന്ന കാര്യങ്ങളെല്ലാം നടത്തി തന്നതിന് വലിയൊരു അഭിനന്ദനം പറയുന്നു. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.